സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, നമ്മുടെ വിളംബരജാഥയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ യോഗത്തിൽ ഒത്തിരി വൈകിയാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്. ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ സമ്മേളനത്തെക്കുറിച്ചും സമ്മേളനം നടക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ ആമുഖമായി ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട സഖാവ് ചന്ദ്രൻ വിശദീകരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട ചില യോഗങ്ങളും മറ്റുമുള്ളതിനാൽ ഒരുപാട് സമയമെടുത്ത് എന്തെങ്കിലും സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. 37 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ എറണാകുളത്ത് ഇതിനു മുൻപ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 37 കൊല്ലങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി നമ്മുടെ നാട് CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയായി മാറുകയാണ്. 23ാം പാർട്ടി കോൺഗ്രസും ഇത്തവണ കേരളത്തിൽ വെച്ചാണ്, കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത് എന്നത് പ്രത്യേകതയാണ്. 23ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനത്തിന് മാർച്ച് മാസം 1 മുതൽ 4 വരെ ഈ കൊച്ചി വേദിയാകുമ്പോൾ സമ്മേളനം ചരിത്ര മഹാസംഭവമാക്കി മാറ്റാൻ, അവിസ്മരണീയമാക്കി മാറ്റാൻ ആവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും നമ്മുടെ നാട്ടിൽ നടന്നു വരികയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സമ്മേളനം നടത്തി പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് സാധാരണഗതിയിൽ സമ്മേളനത്തിൻ്റെ അനുബന്ധമായി നടക്കാറുള്ള ഒട്ടേറെ പരിപാടികൾ ഇത്തവണ നാം വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. ഏരിയ തലത്തിലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകേണ്ടിയിരുന്ന സെമിനാറുകൾ, മറ്റനുബന്ധ പരിപാടികൾ, ചുവപ്പ് സേനാ പരേഡ്, 10,000 പങ്കെടുക്കുന്ന പൊതുസമ്മേളനം, ഇതെല്ലാം ഇപ്പോൾ തൽക്കാലം നമ്മൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലും സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡ പ്രകാരം അനുവദനീയമായ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന പൊതുസമ്മേളന നഗരിയായ മറൈൻ ഡ്രൈവിലെ ഈ ബാലാനന്ദൻ നഗറിൽ 4-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടക്കും. സമ്മേളന ദിവസത്തിന് തൊട്ടു മുൻപ് തന്നെ മറൈൻ ഡ്രൈവിൽ അഭിമന്യു നഗറിൽ കേരളത്തിൻ്റെ ഇന്നലകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ചരിത്ര പ്രദർശനം ആരംഭിക്കും. അത് ഒരാഴ്ച കാലം നീണ്ടു നിൽക്കും. സമ്മേളനത്തിൻ്റെ അവസാന ദിവസം വരെ ഉണ്ടാകും. അവിടെ തന്നെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ 1-ാം തീയതി, മാർച്ച് മാസം 1-ാം തീയതി സമ്മേളനത്തിൻ്റെ ആദ്യ ദിനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു കലാസൃഷ്ടി കൂടിയായ KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറും. 2-ാം തീയതി അതേ വേദിയിൽ വൈകുന്നേരം മതനിരപേക്ഷതയെയും ഭരണഘടനയെയും ഫെഡറലിസത്തെയും എല്ലാം സംബന്ധിച്ച ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നു. സഖാവ് പ്രകാശ് കാരാട്ടാണ് ആ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. സെമിനാറിന് ശേഷം തിരുവനന്തപുരം സൗവർണികയുടെ ഇതിഹാസമെന്ന വില്യം ഷേക്സ്പിയറുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള നാടകം അരങ്ങേറും. അതുപോലെ 3-ാം തീയതി സാംസ്കാരിക സമ്മേളനം സഖാവ് MA ബേബി വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. പ്രശസ്തനായ കവി സച്ചിദാനന്ദനും പ്രൊഫസർ സുനിൽ പിള്ളയുടെ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കും. അതിനുശേഷം സഖാവ് AKGയുടെ ജീവിതത്തെ ആസ്പദമാക്കി കേരളത്തിൻ്റെ നവോത്ഥാന പോരാട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന കാലടി സംസ്കൃത സർവകലാശാലയിലെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയിട്ടുള്ള സംഗീത ശില്പം അരങ്ങേറും. 4-ാം തീയതി പൊതുസമ്മേളനം ഞാനിവിടെ സൂചിപ്പിച്ചു. നമ്മുടെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെല്ലാം പങ്കെടുക്കുന്ന പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനത്തിൻ്റെ അന്ന് പ്രശസ്തനായ ഗായകൻ അരോഷയുടെ ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദിവസങ്ങളിലെല്ലാം വഞ്ചി സ്ക്വയറിൽ സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം കലാകാരന്മാർ വരച്ചിട്ടുള്ള ചിത്രങ്ങളുടെ പ്രദർശനവും അനുബന്ധ കലാപരിപാടികളും എല്ലാ ദിവസവും ഉണ്ടായി. ഈ പരിപാടികളിലെല്ലാം ഈ നാട്ടിലെ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. അവരെല്ലാം സ്വാഗതം ചെയ്യുകയുമാണ്. സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി 4 ദിവസങ്ങൾ
നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആധുനിക കേരളത്തിന് രൂപഭാവങ്ങൾ നൽകുന്ന സൃഷ്ടിപരമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന വേദിയായി നമ്മുടെ സംസ്ഥാന സമ്മേളനം മാറും. കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാലത്തിൻ്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത മഹത്തായ അടയാളങ്ങൾ തീർത്ത പ്രസ്ഥാനമാണ് നമ്മുടേത്. ആധുനിക കേരളത്തിന് അസ്ഥിവാരമിട്ടത് 57-ലെ EMSന്റെ ഗവൺമെന്റാണ്. കേരളത്തിൻ്റെ ചരിത്രത്തെ അഗാധമായി സ്വാധീനിക്കുക മാത്രമല്ല, ഗതി നിർണയിക്കുക തന്നെ ചെയ്തിട്ടുള്ള ചരിത്രപ്രസിദ്ധമായ തീരുമാനങ്ങളുടെ തുടക്കം ആ ഗവൺമെന്റിൽ നിന്നാണ്. കുടിയിറക്കൽ നിരോധന നിയമം പാസാക്കിയത് ആ ഗവൺമെന്റിന്റെ കാലത്താണ്. തലചായ്ക്കാൻ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാത്ത കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന നിസ്വജനതയ്ക്ക് സ്വന്തമെന്ന ബോധമുണ്ടായത്, അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ നാട് എന്ന തോന്നലുണ്ടായത് ആ നിയമത്തെ തുടർന്നാണ്. പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗം ആളുകളുടെയും ഗവൺമെന്റായി 57-ലെ ഗവൺമെന്റിന് മാറാൻ കഴിയും. സൗജന്യ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആ ഗവൺമെന്റാണ്. പ്രായമുള്ളവർ ഓർമ്മിക്കുന്നുണ്ടാവും, പണ്ട് ഒരു കുട്ടി 4-ാം ക്ലാസ്സിൽ നിന്ന് 5-ാം ക്ലാസ്സിലേക്ക് ജയിച്ചാൽ ഫീസ് കൊടുക്കണം. ഫീസ് കൊടുക്കാതെ പഠിക്കാൻ കഴിയില്ല. PK ശാരംഗവാണിയുടെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. PK ശാരംഗവാണി എന്ന് പറഞ്ഞാൽ ഇന്നും നമുക്കെല്ലാം ആവേശം പകർന്നു നൽകുന്ന വിപ്ലവ ഗായിക PK മേദിനിയുടെ സഹോദരനായി റെഡ് സല്യൂട്ട് രക്തസാക്ഷി ഗ്രാമങ്ങളെ എന്നാരംഭിക്കുന്ന ആവേശോജ്വലമായ ഗാനത്തിന് ശബ്ദം നൽകിയത് മേദിനി ചേച്ചിയാണ്. അവരുടെ സഹോദരനായിരുന്നു PK ശാരംഗവാണി. അദ്ദേഹമാണ് ഒരു കാലത്ത് മലയാള ചലച്ചിത്രവേദിയെ പുളകം കൊള്ളിച്ച വടക്കൻ പാട്ട് സിനിമകളുടെ എല്ലാം സൃഷ്ടാവ്, അതിൻ്റെ എല്ലാം തിരക്കഥാകൃത്ത് അദ്ദേഹമായിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയുടെ ജീവൻ അതായിരുന്നു. തുമ്പോതാർച്ച, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ എന്നിങ്ങനെ തുടങ്ങി കടത്തനാടൻ അമ്പാടി വരെ, ഉണ്ണിയാർച്ച, ഈ സിനിമകളുടെ എല്ലാം തിരക്കഥാകൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നു. അതിൽ അദ്ദേഹം പറയുന്നു, 5-ാം ക്ലാസ്സിലേക്ക് ജയിച്ചതിന് ശേഷം എനിക്ക് സ്കൂളിൽ പോകാനായില്ല. 4-ാം ക്ലാസ് വരെ മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, അക്കാലത്ത് 5-ാം ക്ലാസ്സിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ ഒരു മാസം 2 രൂപയായിരുന്നു ഫീസ്. 2 രൂപ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ കുടുംബത്തിനുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. 2 രൂപ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് 57-ന് മുൻപ് ഒരു വലിയ സംഖ്യയാണ്. ഇന്ന് 2 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ മൂല്യം മനസ്സിലാവില്ല. അന്ന് 10 പൈസ പോലും ഒരാൾക്ക് ഒരു ദിവസം കൂലിയായി കിട്ടില്ല. ആ കാലത്താണ് 2 രൂപ ഒരു മാസം 5-ാം ക്ലാസ്സിലെ കുട്ടി ഫീസ് കൊടുക്കണം എന്ന നിയമം ഇവിടെ നിലനിന്നിരുന്നത്. അതിൻ്റെ അർത്ഥം 957-ന് മുൻപ് കേരളത്തിലെ സാധാരണക്കാരൻ്റെയോ പാവപ്പെട്ടവൻ്റെയോ കർഷക തൊഴിലാളിയുടെയോ പട്ടികജാതിക്കാരൻ്റെയോ ഒന്നും വീട്ടിലെ കുട്ടികൾ 4-നപ്പുറം ഒരു ക്ലാസ്സും പഠിക്കാൻ കഴിയുമായിരുന്നില്ല. 4-ാം ക്ലാസ്സിൽ വെച്ച് സാധാരണക്കാരൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ അവസാനിക്കുമായിരുന്നു. ഇതാണ് അന്നത്തെ കാലഘട്ടം. പിൽക്കാലത്ത്, ഈ അടുത്ത കാലത്ത് യാദൃച്ഛികമായി ഒരു വേദിയിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ മേദിനി ചേച്ചിയോട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ മേദിനി ചേച്ചി പറഞ്ഞു, ചേട്ടൻ മാത്രമല്ല ഞങ്ങളൊക്കെ 4-ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നതായിരുന്നു. എന്നു മുതലാണ് കേരളത്തിലെ സാധാരണക്കാരൻ്റെ കുട്ടികൾക്ക് 5-ാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ, 5-ാം ക്ലാസ് മുതൽ പഠിക്കാൻ കഴിഞ്ഞത്? 57-ലെ EMSന്റെ ഗവൺമെന്റാണ്. ജോസഫ് മുണ്ടശ്ശേരിയായിരുന്നു അന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ആ ഗവൺമെന്റാണ് 7-ാം ക്ലാസ് വരെ കേരളത്തിൽ സ്കൂൾ കുട്ടികൾ ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടത്. ആ ഗവൺമെന്റാണ്. അങ്ങനെയാണ് പാവപ്പെട്ടവന്റെ വീട്ടിലെ കുട്ടികൾക്ക് 7-ാം ക്ലാസ് വരെ പഠിക്കാം എന്ന സ്ഥിതി വന്നു. 59-ൽ വിമോചന സമരത്തെ തുടർന്ന്, കുപ്രസിദ്ധമായ വിമോചന സമരത്തെ തുടർന്ന് EMS ഗവൺമെന്റിനെ കേന്ദ്ര ഗവൺമെന്റ്, നെഹ്റു ഗവൺമെന്റ് പിരിച്ചുവിട്ടു. ജനാധിപത്യത്തിനെതിരായ, ജനാധിപത്യ ചരിത്രത്തിലെ തീരാകളങ്കമായി മാറിയ കേന്ദ്ര സർക്കാർ നടപടിയായിരുന്നു. പിന്നെ EMSന്റെ തന്നെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് 1967-ലാണ്. ആ 67-ലെ ഗവൺമെന്റാണ് 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ കുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊണ്ടത്.
പാവപ്പെട്ടവന്റെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കാൻ ആരംഭിച്ചത്, 10ാം ക്ലാസ് ജയിച്ചത് 67 EMS ഗവൺമെന്റ് വന്നതിന് ശേഷമാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെയുള്ള 100 ചരിത്ര പ്രസിദ്ധമായ സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ ആകത്തുകയാണ് കേരളത്തിലെ ഇടതുപക്ഷം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ക്ഷേമ പെൻഷനുകൾ, സമ്പൂർണ്ണ സാക്ഷരത, ജനകീയാസൂത്രണം, ഇതെല്ലാം ഈ നാടിന്റെ മുഖഛായ മാറ്റാനിടയാക്കിയ ചരിത്ര പ്രസിദ്ധമായ സാമൂഹ്യ പരിഷ്കരണ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷമാണ്. ഇപ്പോഴത്തെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം സാധ്യമായി. ചരിത്രത്തിൽ ആദ്യത്തെ അനുഭവമാണ്. ഇതിനു മുൻപ് ഇടതുപക്ഷത്തിന് തുടർച്ചയായി ഭരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കൂടിയാകുമ്പോഴേക്കും കേരളത്തിന് പുതിയ രൂപഭാവങ്ങൾ കൈവരും. 5 കൊല്ലം കഴിഞ്ഞാൽ ഇന്നത്തെ കേരളമായിരിക്കില്ല. വൻതോതിലുള്ള മാറ്റമാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്നത്. ഇപ്പോൾ തന്നെ നോക്കൂ, മുൻപൊക്കെ നമുക്കെതിരായി നമ്മുടെ ശത്രുക്കൾ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം, അടിസ്ഥാനമൊന്നും ഉള്ളതല്ല, എന്നാലും ഒരു വിമർശനം, നമ്മൾ വികസന വിരോധികളാണ് എന്നാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ വികസന വിരോധികളാണ്. ഇവരെപ്പോഴും ഈ പട്ടിണി, തൊഴിലാളി, പാവപ്പെട്ടവൻ, പട്ടികജാതിക്കാർ ഇവരൊക്കെ പറഞ്ഞ് നടക്കുന്നവരാണ്. എല്ലാ വികസനത്തിനും ഇവരെതിരാണെന്നാണ്. സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ശബ്ദമായി നിലനിൽക്കുമ്പോൾ തന്നെ നാടിന്റെ ആകെ വികസനത്തിന് വേണ്ടി ശബ്ദം ഉയർത്തിയിട്ടുള്ളവരാണ് നമ്മളെങ്കിലും നമ്മളെപ്പോഴും പഴി കേട്ടിരുന്നത് നമ്മൾ വികസന വിരോധികളാണെന്ന് പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ നമ്മുടെ എതിരാളികൾ ആ വിമർശനം ഉന്നയിക്കുന്നില്ല. അവർ ആ വിമർശനമൊന്നും മാറ്റിപ്പിടിക്കുകയില്ല. ഇന്നലെ വരെ വികസനത്തിനെതിരാണ് നമ്മളെന്ന് ആക്ഷേപിച്ചവർ ഇന്ന് പറയുന്നത് ഇത്ര വികസനം വേണോ എന്നാണ്. ഇത്ര വേഗത്തിലുള്ള വികസനം വേണോ, കേരളത്തിൽ ഇത്ര വേഗത്തിൽ വികസനം വേണോ എന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് കാസർഗോട്ട് നിന്ന് ഇത്ര വേഗത്തിൽ എന്തിനാണ് ആളുകൾ തിരുവനന്തപുരത്ത് എത്തുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. മാനവരാശിയുടെ വികാസ പരിണാമ പ്രക്രിയയിൽ ഈ ഗതിവേഗം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു 100 കൊല്ലം മുമ്പ് ഇവിടെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ആളുകൾ യാത്രയ്ക്ക് ആശ്രയിച്ചിരുന്നത് എന്തിനെയാണ്? ഒരു സംശയവും വേണ്ട, 100-180 കൊല്ലം മുൻപ് ഈ കേരളത്തിൽ ആളുകൾ ആശ്രയിച്ചിട്ടുണ്ടാവുക, മുഖ്യമായും ആശ്രയിച്ചിട്ടുണ്ടാവുക കാളവണ്ടിയെ, കൈവണ്ടിയെ ഒക്കെയാണ്. അതിനു മുൻപ് മനുഷ്യർ നടന്നാണ് പോയിട്ടുണ്ടാവുക. നടന്നു പോയിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കാളവണ്ടിയിൽ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ മോട്ടോർ വാഹനങ്ങൾ അങ്ങിങ്ങായി ആരംഭിച്ചു. തീവണ്ടി യാഥാർത്ഥ്യമായി. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ വിമാനത്താവളങ്ങൾ വന്നു. വിമാനയാത്ര യാഥാർത്ഥ്യമായി. മോട്ടോർ വാഹനങ്ങൾ വല്ലാതെ പെരുകി. ആധുനികമായ റോഡുകളുണ്ടായി. ഇതെല്ലാം ഓരോ ഘട്ടത്തിലുണ്ടായ വികസനമാണ്. ഇപ്പോ കാസർഗോഡ് നിന്നൊരാൾ തീവണ്ടിയിൽ പുറപ്പെട്ടാൽ 1/2 ദിവസം എടുക്കും തിരുവനന്തപുരത്ത് എത്താൻ. എന്ന് വെച്ചാൽ 12 മണിക്കൂർ എടുക്കും. 12 മണിക്കൂർ എടുത്ത് നടക്കുന്ന ഇപ്പോഴത്തെ യാത്രയാണ് 4 മണിക്കൂറായി ചുരുങ്ങാൻ പോകും. അപ്പോ ആള് ചോദിക്കുകയാണ്, എന്തിനാണ് കാസർഗോഡ് എല്ലാവരും തിരുവനന്തപുരത്ത് വരുന്നത്? ഈ വിമർശനം കേട്ടാൽ തോന്നുക കാസർഗോഡ് നിന്ന് പുറപ്പെട്ടാൽ പിന്നെ കേരളയിൽ തിരുവനന്തപുരത്തെ നിർത്തൂ എന്നാണ്. എന്താണ് യാഥാർത്ഥ്യം? 11 സ്റ്റോപ്പുകളുണ്ട് കേരളയിൽ. കാസർഗോഡ് ആളുകൾക്ക് തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല. എറണാകുളത്തെ ആളുകൾക്ക് തൃശ്ശൂരിൽ പോകാം, എറണാകുളത്തെ ഉള്ള ആളുകൾക്ക് ആലപ്പുഴയിൽ പോകാം, തിരുവനന്തപുരത്ത് പോകാം, എവിടെയും പോകാം. എറണാകുളത്തുള്ള ആളുകൾക്ക് നമുക്ക് 2 മണിക്കൂർ സമയം കൊണ്ട് ഈ കേരളത്തിൽ എവിടെയും പോകാം. അതാണ് കേരളത്തിൽ എവിടെയും നമുക്ക് 2 മണിക്കൂർ സമയം കൊണ്ടെത്താം പരമാവധി. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള പ്രദേശമാണ് നമ്മുടെ. ഏറ്റവും ദൂരത്തിലുള്ളത് തിരുവനന്തപുരവും കാസർഗോഡുമാണ്. അതുൾപ്പെടെ എവിടെയും 2 മണിക്കൂറിനുള്ളിൽ സമയം കൊണ്ട് നമുക്ക് എത്താൻ കഴിയും. തിരുവനന്തപുരത്ത് എന്തെല്ലാം ആവശ്യങ്ങൾക്കായി എറണാകുളത്തോളം ആളുകൾ നിത്യവും പോകും. പ്രധാനപ്പെട്ട ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ, ചികിത്സാർത്ഥം RCCയിൽ, ശ്രീചിത്രയിൽ ഒക്കെ പോകുന്നവരുണ്ട്. ബന്ധുക്കൾ അവിടെയുള്ളവരുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന എറണാകുളത്തുകാരുണ്ട്, ഇവിടെ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തുകാരുണ്ട്. ഏതാവശ്യങ്ങൾക്കും എങ്ങനെയും വേണമെങ്കിൽ 2 മണിക്കൂർ കൊണ്ട്. രാവിലെ 8 മണിക്ക് ഇവിടെ നിന്നൊരാൾ
കേരളയിൽ കയറിയാൽ 10 മണിക്ക് തിരുവനന്തപുരത്തെത്തും. സെക്രട്ടേറിയറ്റ് തുറക്കുന്ന സമയമായി അവിടെ പോയി ആവശ്യങ്ങളൊക്കെ നിർവഹിച്ച് ഒരു 3 മണിക്ക് കയറിയാൽ 5 മണിക്കൂർ എത്തും. 5 മണിക്ക് കയറിയാൽ 7 മണിക്കൂർ എത്തും. എത്ര സൗകര്യപ്രദമായി. സാധാരണ തീവണ്ടി യാത്ര, തീവണ്ടി പാള നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതിന്റെ അത്ര പാരിസ്ഥിതികമായ പ്രശ്നങ്ങളൊന്നും ഇതിനില്ല എന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ഗതിവേഗം ആർജിക്കുകയാണ് മനുഷ്യർ. ഒരു കേരളയിൽ മാത്രമല്ല, 5 ലക്ഷം പേർക്ക് കൂടി ലൈഫിൽ വീട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ മേഖലകളിലും വൻതോതിലുള്ള മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തീരുമാനിച്ചു, വിവിധ തരം സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടതില്ല. ഇപ്പൊ നിസ്സാര കാര്യം, ഒരാൾക്കൊരു വീട് വെക്കണമെന്ന് കരുതുന്നു. വീട് വെക്കണമെങ്കിൽ പൊസഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങണം. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വാങ്ങുന്നത്. അതിനുവേണ്ടി അപേക്ഷിക്കുമ്പോൾ ചോദിക്കും എന്താവശ്യത്തിനാണ് ഇത് വാങ്ങുന്നത്. അപ്പൊ നമ്മൾ എഴുതി കൊടുക്കും വീട് വെക്കാൻ. അപ്പൊ അത് കിട്ടി. വീടിന് കെട്ടിട നമ്പർ ഇട്ട് നൽകണമെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, അങ്ങനെ അപേക്ഷ കൊടുക്കണം. ആ വീട് വെക്കാൻ വേണ്ടി ഒരു ലോൺ എടുക്കണമെങ്കിൽ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതിനും വേണം. അപ്പൊ വീണ്ടും വില്ലേജ് ഓഫീസിൽ പോകും. അപ്പൊ അവിടെ എഴുതി കൊടുക്കണം ലോൺ ആവശ്യത്തിന്. ഓരോ ആവശ്യത്തിനും ഈ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ അടുത്ത കാലം വരെ കേരളത്തിലെ നിയമം അതാണ്. നിങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ വീട് വെക്കാൻ ഒരു കൈവശ സർട്ടിഫിക്കറ്റ്, ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാൻ മറ്റൊരു സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ തലേന്നും പിറ്റേന്നും പോയി വാങ്ങണം. നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, ഇനി അങ്ങനെ ഓരോരോ ആവശ്യത്തിനും പോയി വാങ്ങേണ്ട, ഒന്ന് വാങ്ങിയാൽ മതി. അത് വീട് വെക്കാനും ഉപയോഗിക്കാം, ലോൺ എടുക്കാനും ഉപയോഗിക്കാം, ഏതാവശ്യത്തിനും ഉപയോഗിക്കാം. ഇങ്ങനെ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് ചുരുങ്ങിയത് ഒരു കൊല്ലത്തെ കാലാവധി, അതിനുള്ളിൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങണ്ട. ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്ന തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളുമായി അത്തരം പാതയിലാണ് നമ്മുടെ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുക, വീടില്ലാത്തവർക്ക് വീട് നൽകുക, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആശ്വാസമായ നടപടികൾ സ്വീകരിക്കുക, ക്ഷേമ പെൻഷനുകൾ വീണ്ടും വർദ്ധിപ്പിക്കുക, വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകണം എന്നതാണ് ഇടതുമുന്നണിയുടെ പരിഗണനയിലുള്ള ഏറ്റവും വിപ്ലവകരമായ മറ്റൊരു കാര്യം. ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കേരളത്തിലെ ദശലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇങ്ങനെയെല്ലാം ക്ഷേമ നടപടികൾ സ്വീകരിക്കുന്ന നമ്മുടെ സർക്കാർ കേരളത്തെ ലോകത്തിലെ ഏത് വൻകിട നഗരത്തോടും കിടപിടിക്കും വിധം മനുഷ്യജീവിതത്തെ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പശ്ചാത്തല സൗകര്യ വികസനത്തിനും ഊന്നൽ കൊടുക്കുകയാണ്. അതിന്റെ കൂടി ഭാഗമായാണ് കേരളയിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതെല്ലാം കേരളത്തെ പുതിയൊരു നാടായി മാറ്റും. പുതിയൊരു കാലത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത, എല്ലാവർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു വികസിത കേരളം, ഒരു മതനിരപേക്ഷ വികസിത കേരളം യാഥാർത്ഥ്യമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയോടെയാണ് നമ്മുടെ സർക്കാർ മുൻപോട്ട് പോകുന്നത്. ആ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുന്നതായി ആധുനിക കേരളം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി കൂടുതൽ വ്യക്തതയോടെ രൂപപ്പെടുത്തുന്നതായി നമ്മുടെ സംസ്ഥാന സമ്മേളനം മാറും. ഈ കാലഘട്ടം നമുക്കറിയാം, ദേശീയമായ വലിയ വെല്ലുവിളികളെയും നേരിടുന്ന ഒരു കാലമാണ്. മതനിരപേക്ഷത വലിയ വെല്ലുവിളിയെ നേരിടുന്നു. ഇന്ത്യൻ ഭരണഘടന തിരുത്തി എഴുതപ്പെടുമോ എന്ന ഭയം എല്ലാ മതനിരപേക്ഷവാദികളുടെയും ഉള്ളിലുണ്ട്. ഇന്ത്യയെ മതരാഷ്ട്രമാക്കുക എന്ന താല്പര്യവുമായി, വർഗീയ താല്പര്യവുമായാണ് സംഘപരിവാർ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെ മുൻപോട്ട് പോകുന്നത്. ഇന്ത്യക്കെതിരായ ഒരു നടപടിയായി മാത്രമേ അതിനെ കാണാനാവൂ. മതനിരപേക്ഷതയ്ക്കെതിരായ നിലപാട് ഇന്ത്യ വിരുദ്ധമാണ്. ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നവരായി ഇന്ത്യ ഗവൺമെന്റ് മാറുകയാണ്. ആ വർഗീയതയ്ക്കെതിരായി, ഇന്ത്യയെ തകർക്കുന്ന വർഗീയ നിലപാടുകൾക്കെതിരായി നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷവാദികളുടെ വലിയ പോരാട്ടം വളർന്നു വരേണ്ടതായിട്ടുണ്ട്. ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ചരിത്രപരമായ ബാധ്യത കോൺഗ്രസിനുണ്ട്. പക്ഷേ കോൺഗ്രസ് ഇന്നതിന് തയ്യാറല്ല. രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പത്രമാധ്യമങ്ങളിൽ അത് അച്ചടിച്ചു വന്നു. ആ ജയ്പൂർ പ്രസംഗം നടത്തിയ രാഹുൽ ഗാന്ധി അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെ ഉയർത്തിപ്പിടിക്കുന്നത് BJPയുടെ പതാകയാണ്. BJP നേതാക്കന്മാരുടെ പ്രസംഗമാണ് രാഹുൽ ഗാന്ധിയുടെ വായിലൂടെ പുറത്തു വന്നത്. BJPയുടെ നയങ്ങളുമായി കോൺഗ്രസ് അടുത്തു വരികയാണ്. സാമ്പത്തിക നയങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഇന്നലകളിൽ കോൺഗ്രസ് BJPയെ പോലെ പ്രകടമായ വർഗീയതയെ കൊടിയടയാളമായി സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിൽ മാറ്റം കാണുന്നു. ജയ്പൂരിൽ വെച്ച് രാഹുൽ ഗാന്ധി BJPയുടെ നയം പ്രസംഗിക്കുന്നു. ആ പ്രസംഗത്തിന്റെ അലയൊലികൾ കെട്ടടങ്ങുന്നതിന് മുൻപ് പത്രത്തിൽ ഈ കഴിഞ്ഞയാഴ്ച നമ്മൾ വായിച്ച വാർത്ത,
മേഘാലയയിൽ, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി BJPയോടൊപ്പം ഒരേ മുന്നണിയിലെ ഘടകകക്ഷിയായി മാറി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുൻപ് ഇങ്ങനെ ഒരു കാര്യം ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമായിരുന്നു? ചില തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് വാങ്ങുകയും നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്. പക്ഷെ പരസ്യമായി BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഒരേ മുന്നണിയിലെ ഘടകകക്ഷിയായി കോൺഗ്രസ് മാറിയത് ആദ്യമായിട്ടാണ്. മേഘാലയ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന MDA, ആ മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികളാണ് കോൺഗ്രസും BJP. താമരയും കൈപ്പത്തിയും ആലേഖനം ചെയ്ത പതാകകൾ ഒരുമിച്ച് ഒരു മുന്നണിയുടെ ഭാഗമായി അവർ ഉയർത്തുകയാണ്. വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ദിശാമാറ്റത്തിന്റെ ഒരു സൂചനയാണ്. കോൺഗ്രസ് നാളെ BJP നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ ഒരു ഘടകകക്ഷിയായി മാറിയാൽ അത്ഭുതപ്പെടാനില്ല. ആ ദിശയിലാണ് കാര്യങ്ങൾ പോകുന്നത്. മതനിരപേക്ഷ ചിന്താഗതിക്കാർക്ക്, ഗാന്ധിയൻ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക്, നെഹ്റുവിയൻ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് കോൺഗ്രസിൽ തുടരാനാവില്ല എന്ന ഘട്ടം വന്നിരിക്കുകയാണ്. ഇത് ചരിത്രത്തിലെ ഒരു പ്രത്യേക സന്ദർഭമാണ്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ ആവേശം ഉൾക്കൊണ്ട് കോൺഗ്രസിന്റെ പതാക ഏന്തിയവർ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭൂതകാലങ്ങളിൽ ആവേശം കൊണ്ടവർ, അങ്ങനെയുള്ളവർക്ക് നിലയുറപ്പിക്കാൻ പറ്റിയ പാർട്ടിയല്ല കോൺഗ്രസ് എന്നും മേഘാലയയിൽ നിന്ന് BJPയോടൊപ്പം മുന്നണിയിൽ അണിനിരക്കാനുള്ള തീരുമാനം കൈക്കൊണ്ട് പരസ്യ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞുവെന്നും രാഹുൽ ഗാന്ധിയുടെ ജയ്പൂർ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ BJPയുമായി ചേർന്ന് ഒരു ഘടകകക്ഷിയായി മാറാൻ മാനസികമായി കോൺഗ്രസ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും വ്യക്തമായ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ കുറച്ചു നാളുകൾക്ക് മുൻപ് കോൺഗ്രസ് വിട്ട് പുറത്തിറങ്ങിയവർ ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ടാവും. ഇനിയും വൈകിട്ടില്ല. കോൺഗ്രസിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുന്നവർക്ക് ഒരു പുനർവിചിന്തനത്തിലുള്ള അവസരമാണ്, സമയമാണ്. മതനിരപേക്ഷതയുടെ കൊടിക്കൂറയ്ക്കു കീഴിലേക്ക് വർഗീയതക്കെതിരായ പോരാട്ടം കോൺഗ്രസിലെ സുഹൃത്തുക്കളെയെല്ലാം ഇടതുപക്ഷം CPIM സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം നിലനിൽക്കണമെന്നതാണ് പരമപ്രധാനമായ കാര്യം. ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒക്കെ കരുതി ഉത്കണ്ഠയുള്ളവർ, നമ്മുടെ നാട് മതരാഷ്ട്രവാദികളുടെ കൈകളിൽ ഞെരിഞ്ഞമർന്ന് മതനിരപേക്ഷതയുടെ ശവപ്പറമ്പായി മാറരുത് എന്നാഗ്രഹിക്കുന്നവർ, ഈ നെറുകേടുകൾക്കെതിരായ പോരാട്ടത്തിന്റെ സമരഭൂമികയിൽ സ്വന്തമെന്ന വാക്കുമറന്ന് അണിനിരക്കേണ്ട ഒരു ചരിത്ര സന്ദർഭമാണ്. ഇവിടെ പ്രതീക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് CPIMനെയാണ്. പാർലമെന്റിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, എത്ര MPമാരുണ്ട് എന്ന് നോക്കിയിട്ടല്ല. പക്ഷെ CPIM ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്, നമ്മുടെ മുദ്രാവാക്യം, അത് ഈ രാജ്യത്തിന്റെ ഉത്തമ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇന്ത്യ തകരാതിരിക്കാൻ, ജനാധിപത്യം മരിച്ചു പോകാതിരിക്കാൻ, ഈ രാഷ്ട്രം മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഒരു ബദൽ ഉയർന്നു വന്നേ മതിയാകും. തീർച്ചയായും അതുണ്ടാകും. എല്ലാ പിശകുകളെയും തിരുത്താൻ ഇന്ത്യൻ ജനാധിപത്യം കരുത്തു കാണിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ. അടിയന്തരാവസ്ഥാനന്തര തെരഞ്ഞെടുപ്പിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ, മതനിരപേക്ഷ ചിന്താഗതിക്കാർ, ഇവരെല്ലാം ഒത്തുചേർന്ന് ഈ രാജ്യത്തിന്റെ കരുത്തു നിലനിർത്തുന്ന രീതിയിലുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് നാളുകളിൽ കളമൊരുങ്ങി വരും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷകൾക്ക് നിറം പകരുന്നതായി 23-ാം പാർട്ടി കോൺഗ്രസ് മാറും. 23-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ രാജ്യസ്നേഹികൾക്ക്, മതനിരപേക്ഷവാദികൾക്ക്, ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ ആവേശം പകരുന്നതാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയൊരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് ഊർജം പകരുന്നതായി 23-ാം പാർട്ടി കോൺഗ്രസ് മാറും. ഭാവി കാലം, വരുംകാല ഇന്ത്യ മതനിരപേക്ഷതയുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച് വർഗീയവാദികളോട് കണക്ക് തീർക്കും എന്ന കാര്യം നിസ്സംശയമാണ്. ആ ചരിത്ര മുന്നേറ്റത്തിന്റെ തീരുമാനത്തിന്റെ വേദികളായി മാറുന്ന പാർട്ടി സമ്മേളനങ്ങൾ ചരിത്രാനുഭവങ്ങളാക്കി മാറ്റാൻ, മഹത്തായ വിജയമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദം.